എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് നടന്മാർക്കെതിരെ ഒരുപാട് യുവനടിമാർ ഒരുപാട് അലിഗേഷൻസ് പറയുന്നുണ്ടായി. ഈ അലിഗേഷൻസിൽ ഒരെണ്ണം യാഥാർത്ഥ്യമാണെന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ നടൻ സിദ്ദിഖ് അറസ്റ്റ് ആകാനുള്ള സാധ്യത വളരെയധികമായി വന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചെന്ന് തുടക്കം മുതൽ ഇപ്പോൾ അത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു കഥ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക. ഈ മുഖം ഇടയ്ക്ക് കാണണം എന്നൊരു പറയാൻ മാത്രമേ ഉള്ളൂ. അത് പോകെ പോകെ അങ്ങ് സെറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും എന്നെ ഇഷ്ടപ്പെടൂടെ? അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് അലിഗേഷൻസ് ഇങ്ങനെ വരുന്നു. ഇത്തരത്തിൽ വന്നൊരു അലിഗേഷനാണ് നമ്മുടെ സ്വന്തം സിദ്ദിഖിക്കെതിരെ വന്ന അലിഗേഷൻ. അതായത് ഒരു യുവനടി അവരെ കൊണ്ട് ശാരീരികമായി ഈ സിദ്ദിഖിക്ക പീഡിപ്പിച്ചു എന്നാണ് മൊഴി നൽകിയതല്ല എന്നാണ് ഒരു ആരോപണം എടുത്തത്. ഈ ആരോപണത്തിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കുകയും അതെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിനെതിരെ സിദ്ദിഖ് ഈ ആരോപണം തെറ്റാണെന്നും പറഞ്ഞിട്ട് തിരിച്ച് കേസെടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനമല്ല, പ്രസിഡന്റ് സെക്രട്ടറി എന്തൊരു സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇവിടെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫായിട്ട് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് ആദ്യം ഈ യുവനടിയുടെ ഭാഗത്ത് നിന്ന് തന്നെ അവരുടെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് കാര്യങ്ങൾ കാണാം. ഇവർ പറയുന്നത് 2016 ജനുവരി 28 ഇവരൊരു സിനിമയുടെ പ്രിവ്യൂ കഴിയുകയും ഈ പ്രിവ്യൂ കഴിഞ്ഞതിന് ശേഷം ട്രിവാൻഡ്രത്തുള്ള മസ്കറ്റ് ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടലിലേക്ക് ഇവരും ഇവരുടെ അച്ഛനും ഇവരുടെ അമ്മയും ഇവരുടെ ഒരു കൂട്ടുകാരിയും കൂടെ ചേർന്ന് ആ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു. ഈ ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ഇവരോട് വന്ന് സംസാരിക്കുകയും ഇവരെ, അതായത് ഈ നമ്മുടെ ഈ യുവനടിയെ 101D എന്ന് പറയുന്ന റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഈ സമയത്ത് തന്നെ ഇവർ അതായത് ഈ നമ്മുടെ യുവനടി കർട്ടൻ മാറ്റി നോക്കിയപ്പോഴത്തേനും ആ കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ ജനലിൽ കൂടി അവർ അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കാണാൻ സാധിച്ചു എന്നാണ് പറഞ്ഞൊരു കാര്യം. കാരണം ഇത് കുറച്ചും കൂടെ ജെനുവിൻ ആവണമല്ലോ, വിശ്വസിക്കണമല്ലോ. അങ്ങനെ അപ്പോൾ ഇവർ മാറ്റി നോക്കിയപ്പോഴത്തേനും അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കാണാൻ സാധിച്ചു. അത് മാത്രമല്ല, ഇതിനുശേഷം ഇവർ പറയുന്നത് സിദ്ദിഖ് ഇത്തരത്തിലുള്ളൊരു ശാരീരികമായിട്ട് ഇവരെ പീഡിപ്പിച്ചതിന് ശേഷം ചോറും തൈരും മീൻകറിയും കൂട്ടി ചോറ് കഴിച്ചു എന്നൊരു കാര്യമാണ്. ആ വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടി കഴിച്ചു. ഇതാണ് നമ്മുടെ നടിയുടെ സൈഡിൽ നിന്നും പറഞ്ഞ സാധനം. ഇതുകൂടാതെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പീഡനത്തിന് ഇരയായ ശേഷം അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയും ഇത്തരത്തിലുള്ള റൂമിലെ ജനാല കാണുമ്പോഴും സ്വിമ്മിംഗ് പൂൾ കാണുമ്പോഴത്തേനും ഇവർക്കൊരു മെൻ്റൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് മൂലം ഇവർ 2 സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത്, ലേഡി സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. ഇതാണ് ഈ ഒരു യുവനടിയുടെ ഭാഗം. ഇനി നമുക്ക് അടുത്തൊരാളുടെ വശത്തേക്ക് പോകണ്ടേ? നമ്മൾ ഈ നടൻ സിദ്ദിഖിൻ്റെ വശത്തേക്കല്ല പോകുന്നത്, നമുക്ക് പോലീസിൻ്റെ വശത്ത് നിന്ന് ചിന്തിച്ച് നോക്കാം. ഈ പോലീസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് ഒന്നാമത് അവർക്ക് കിട്ടിയ സംഭവം, അന്നേ ദിവസം ഒരു സിനിമയുടെ പ്രിവ്യൂ കണ്ടതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരു സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു നിള തിയേറ്ററിൽ വെച്ചിട്ട്. ഈ പറഞ്ഞ ഡേറ്റിൽ, അതായത് ജനുവരി 28, 2016 ഒരു സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരുടെ അച്ഛനും അമ്മയും ഈ കുട്ടിയും ഒരു ഫ്രണ്ടും കൂടെ ആ റൂമിലേക്ക് അവിടത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതും യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനകത്ത് കിട്ടിയൊരു വളരെ വൈറ്റൽ എവിഡൻസ് എന്ന് പറയുന്ന സാധനം 2016 ജനുവരി 27, അതായത് 28 ഈ സംഭവം. അപ്പോൾ 27 രാത്രി 12 മണിക്ക് നമ്മുടെ സ്വന്തം സിദ്ദിഖിക്ക അവിടെ റൂം എടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം, അതായത് 2016 ജനുവരി 28 വൈകുന്നേരം 5 മണി വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്നത് ഈ റൂമിലാണ്, 101D എന്ന് പറയുന്ന റൂമിലാണ്. അതുമാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടിയ മറ്റൊരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദിവസം സിദ്ദിഖ് കഴിച്ച ഫുഡിൻ്റെ ബില്ല് വന്നപ്പോഴത്തേനും അത് പോലീസിന് കിട്ടി. ആ ബില്ലിനകത്ത് അദ്ദേഹം കഴിച്ചിരിക്കുന്നത് ചോറും തൈരും മീൻകറിയുമാണ് ഗൈസ്. അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടി കഴിച്ചു. ഞെട്ടിയില്ലേ? ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ യുവനടി ഒരു 2 സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഈ 2 സൈക്കാട്രിസ്റ്റും ആ സാധനം അംഗീകരിക്കുകയും അവരിവർക്ക് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി പോലീസിന് നൽകുകയും ചെയ്തു. ഇനി ഇതേ ദിവസം സിദ്ദിഖ് അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. സിദ്ദിഖ് കഴിച്ച ഫുഡ് കറക്റ്റായിട്ട് ഇവർ പറഞ്ഞു, റൂം നമ്പർ കറക്റ്റായിട്ട് പറഞ്ഞു, സ്വിമ്മിംഗ് പൂൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഈ നടി അന്ന് ധരിച്ചിരുന്ന വസ്ത്രം ഒരു ഇങ്ങനെ ഫോറൻസിക് സ്റ്റഡിയോ എന്തൊരു സ്റ്റഡിക്ക് അയച്ചിട്ടുണ്ട്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ശുഭം, സിദ്ദിഖിൻ്റെ അടുത്ത് തീരുമാനമാവും.
സിദ്ദിഖ് മുൻകൂർ ജാമ്യ അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷ വരുന്നതിന് മുമ്പേ പോലീസ് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തെ റിമാൻഡിലെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതോടുകൂടി സിദ്ദിഖിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നതായിരിക്കും ഗൈസ്. ഏതായാലും ഇത്രയും നാൾ ഇതൊരു അലിഗേഷനെ മാത്രം നിൽക്കുകയായിരുന്നു. ഏതായാലും അതിനൊരു ഒരു മുട്ടുപുള്ളി വെച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഏതായാലും ഇത് പൂർണ്ണമായും ആരുടെ ഭാഗത്താണോ ശരി അത് തെളിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള അലിഗേഷൻ ആണെങ്കിൽ ഈ അലിഗേഷനുമായി വന്ന ആൾക്ക് പണി കിട്ടണം. അല്ല ഇവർ പറയുന്ന അലിഗേഷനെല്ലാം യാഥാർത്ഥ്യമാണെങ്കിൽ ആ വേട്ടക്കാർക്ക് പണി കിട്ടണം എന്നൊരു ചിന്താഗതിക്കാരനാണ് ഞാനും. നിങ്ങളുടെ ചിന്താഗതി എന്താണെന്ന് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.